കൊലപാതക കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലായിരുന്ന അബ്ദുൾ റഹീം പുറത്തിറങ്ങി. ഇനി എക്സിറ്റ് അടിച്ച് അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങും. ബ്ലഡ് മണിയായി ഏതാണ്ട് 10-35 കോടിയോളം രൂപ ജനങ്ങൾ പിരിച്ചു നൽകിയതുകൊണ്ടാണ് അദ്ദേഹം വെളിച്ചം കണ്ട് പുറത്തേക്കിറങ്ങി ഇനി വൃദ്ധയായ ഉമ്മയോടൊപ്പം സന്തോഷത്തോടെ നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ അവസരം ലഭിക്കുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹം കുറ്റകൃത്യത്തിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടി അവിടെ അവസാനിക്കുമായിരുന്നു. ഞാനിത് പറയാൻ കാരണം നമ്മുടെ രാജ്യം ജനാധിപത്യത്തിനും പൗരാവകാശത്തിനും മറ്റ് അവകാശങ്ങൾക്കുമൊക്കെ വേണ്ടി നിലകൊള്ളുന്ന ലോകത്തെ നീതിയുടെ ധർമ്മത്തിൻ്റെ മാതാവ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു രാജ്യം, മറ്റൊന്ന് രാജകൽപ്പനയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു രാജ്യം. ഇവിടെ ഞാനിത് പറയാനുണ്ടായ കാരണം ഗുർമീത് റഹീം എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം വലിയ കുറ്റകൃത്യം ചെയ്ത ആളാണ്. ദേരാ സച്ചാ സൗദ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവായിരുന്നു. ബലാത്സംഗം അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് 20 വർഷത്തോളം ഒക്കെ വരുന്ന ശിക്ഷയാണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ കുറ്റകൃത്യം അനുസരിച്ച് നൽകേണ്ടത്. പക്ഷേ 2017 അദ്ദേഹം ജയിലിലായതിനു ശേഷം 16 തവണയാണ് അദ്ദേഹത്തിന് പരോൾ കൊടുത്തത്. എന്ന് വെച്ചാൽ 2017 മുതൽ 26 വരെ ഉദ്ദേശം 9 വർഷം ശിക്ഷാ കാലാവധി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1.5 വർഷക്കാലത്തോളം പുള്ളി പുറത്തായിരുന്നു. ജയിലിനകത്താകട്ടെ വളരെ സുഭിക്ഷമായ ഒരാൾ ദൈവത്തിന് കിട്ടുന്ന എല്ലാ സൗകര്യവും കിട്ടി. ഇത് ഇന്ത്യയിലെ കാര്യമാണെങ്കിൽ നമ്മൾ പറയും അത് BJPയുടെ സംഘപരിവാറിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഷുഹൈബ് എന്ന് പറയുന്ന ഒരാളിനെ കൊന്ന പ്രതികൾ ജാമ്യത്തിൽ വളരെ സ്വതന്ത്രരായി പുറത്തു നടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ജാമ്യം റദ്ദാക്കിയപ്പോൾ ഇപ്പം നമ്മുടെ കോടതി തന്നെ ജാമ്യം പുനഃസ്ഥാപിച്ചു കൊടുത്തു. എന്നുവെച്ചാൽ കൊല്ലുന്നതിനും ബാക്കി കാര്യങ്ങൾക്കും ഒന്നും ഒരു വിലയുമില്ല. ഇപ്പം മനുഷ്യരോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ജെമിനിയോട് ചോദിക്കുന്നതാണ് എന്നെല്ലാവരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിതുവരെ ജെമിനിയൊന്നും ഇല്ലായിരുന്നു. ഇന്നൊരു സുഹൃത്ത് ചോദിച്ചു, ജെമിനി ഉണ്ടോ, ചാറ്റ് GPT ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിതൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, ഈ ലോകത്ത് അങ്ങനെയുള്ളത് നിങ്ങൾ മാത്രമേ കാണുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ വളരെ പെട്ടെന്ന് ജെമിനി എടുത്ത് ജെമിനിക്കകത്ത് കയറി ചോദിച്ചു, ഈ ഇന്ത്യയിലെയും സൗദി അറേബ്യയിലെയും ശിക്ഷ അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ ഏതാണ് കൂടുതൽ മെച്ചപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അവരൊരുപാട് പറഞ്ഞു വന്നിട്ട് അവസാനം പറഞ്ഞത് എന്താണെന്നറിയാമോ? ചുരുക്കത്തിൽ സൗദി അറേബ്യ ശിക്ഷകൾ വളരെ വേഗത്തിലും കഠിനമായും നടപ്പിലാക്കുന്നു. ഇത് കുറ്റകൃത്യങ്ങൾ തടയാൻ സഹായിക്കുമെങ്കിലും മനുഷ്യാവകാശങ്ങളുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും കാര്യത്തിൽ കർശന നിയന്ത്രണങ്ങളുണ്ട്. ആരോടാ? കുറ്റവാളികളോട്. അത്രയേ ഉള്ളൂ. ഇന്ത്യ മനുഷ്യാവകാശങ്ങൾക്കും നീതിപൂർവമായ വിചാരണയ്ക്കും പ്രാധാന്യം നൽകുന്നു. എന്നാൽ കേസുകൾ തീർപ്പാക്കാൻ എടുക്കുന്ന നീണ്ട കാലതാമസം നീതി വൈകുന്നതിന് കാരണമാകുന്നു. ഒരു കുറ്റവാളിക്ക് അർഹിക്കുന്ന ശിക്ഷ പെട്ടെന്ന് കിട്ടണമെന്ന കാഴ്ചപ്പാട് നോക്കിയാൽ സൗദി അറേബ്യ മുന്നിലാണെന്നാണ് പറയുന്നത്. സംഗതി പറയുന്നത് 6-ാം നൂറ്റാണ്ടാണ്, ഗോത്രവർഗമാണ് എന്നൊക്കെ പറയുമ്പോഴും അബ്ദുൾ റഹീം ഇനി ആരാന്ന് പറഞ്ഞാലും, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാന്ന് പറഞ്ഞാലും, ഏത് ജാതിയാണെന്ന് പറഞ്ഞാലും, എവിടുത്തെ തമ്പുരാനാണെന്ന് പറഞ്ഞാലും ഈ അടുത്ത സമയത്ത് രാജകുടുംബത്തിൽപ്പെട്ട ഒരാളിനെ തൂക്കിക്കൊന്നു. വിടില്ല. നിയമം കൃത്യമാണ്, നിയമം കർശനമാണ്. പിടിക്കപ്പെട്ടാൽ പ്രത്യേകിച്ച് വലിയ കുറ്റകൃത്യങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് അബ്ദുൾ റഹീം നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ കരുണയോടൊപ്പം ആ ഉമ്മയുടെ പ്രാർത്ഥനയോടൊപ്പം നീതിയുടെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തെ കൂടി ഓർക്കപ്പെടേണ്ടതുണ്ട്.